നിങ്ങളൊക്കെ വലിയ നിലയിൽ നിൽക്കുന്ന ആൾക്കാരല്ലേ? ഏതൊക്കെ കോൺടെസ്റ്റ് ഇടണോ അതാണ് അറിയേണ്ടത്. ആരൊക്കെ ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞു എന്നാണോ? അല്ല, സ്നേഹത്തോടെ ഒരുപാട് പേര് വിളിച്ചിരുന്നു. ഇത്തവണത്തെ വീട്ടിലേക്ക് പോകുന്ന ബിഗ് ബോസ് ഹൗസിലേക്ക് പോകുന്ന ഒരു 6-7 പേര് ഈ പറഞ്ഞ പോലെ സ്നേഹത്തോടെ തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഉപദേശം ചോദിക്കാനല്ല വിളിച്ചത്, ഞാനതിനകത്തുണ്ട്, എന്തെങ്കിലും എന്നോട് പറയാനുണ്ടോ എന്ന് ചോദിച്ചിട്ടാണ് വിളിച്ചത്. ചോദിച്ചു വരുന്നത് റോബിൻ അലറുന്നത് ശരിയാണോ തെറ്റാണോ എന്നുള്ള ചോദ്യമാണ്. ഈ എന്നോടാണ് ചോദിക്കുന്നത് എന്നുള്ളത് ഓർത്ത് ചോദിക്കണ്ടേ? വളഞ്ഞു കറങ്ങി എല്ലാം നേരിട്ട് ചോദിച്ചു. ദിൽഷ റോബിനെ കുറിച്ച് ഇന്നേ വരെ മോശം പറഞ്ഞിട്ടില്ല. അവർ എൻഗേജ്മെൻ്റ് ഒക്കെ കഴിഞ്ഞ് നിൽക്കുന്നൊരു സമയമാണ്. എനിക്കിത് വളരെയേറെ സങ്കടവുമുണ്ട്. റോബിൻ എന്നെ വിളിച്ചിരുന്നു, ഞാനതിരെ ശാലു ഒരു ആരോപണം പറഞ്ഞു, അതിന് റോബിൻ മറുപടി പറഞ്ഞിട്ടുമുണ്ട്. ആവുകയല്ലേ, നമ്മൾ 2 കുടുംബങ്ങളെ ടെൻഷനിലാക്കുകയല്ലേ. അതിലൊരു പരിധി വരെ എന്നെ പൊങ്കാലയിടരുത്. നിങ്ങൾ യൂട്യൂബുകാർക്കും ഒക്കെ പങ്കുണ്ട്. പെൺകുട്ടികൾക്ക് ആൺകുട്ടികളോട് സംസാരിക്കാൻ പേടി, ആൺകുട്ടികൾക്കാണെങ്കിലും പെൺകുട്ടികളോട് സംസാരിക്കാനും പേടി. അതിന്റെ കാരണം എന്താണെന്നറിയോ? അത് നമ്മൾ പരസ്പരം സംസാരിക്കാത്തതുകൊണ്ടാണ്. അങ്ങനെ പേടി മാറണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? നമ്മൾ പരസ്പരം സംസാരിക്കണം. അങ്ങനെ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവർക്കായിട്ടുള്ള ഒരു മൊബൈൽ ആപ്ലിക്കേഷനാണ് കോൾമേറ്റ്സ്. അപ്പോൾ ഈ ആപ്പിലൂടെ നിങ്ങൾക്ക് ഇഷ്ടംപോലെ സംസാരിക്കാം. അപ്പോൾ മറക്കണ്ട, ഇപ്പൊ തന്നെ ഡൗൺലോഡ് ചെയ്തോളൂ കോൾമേറ്റ്സ്. പുതിയ ലുക്ക് എന്ന് പറയുന്നത് നമുക്ക് കഴിഞ്ഞ ആഴ്ച കൊച്ചിയിൽ വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങളിൽ പലരും അവിടെ ഉണ്ടായിരുന്നു. വരാഹം എന്നൊരു സിനിമ. അപ്പോൾ അതിൽ പോലീസ് വേഷമാണ്. അപ്പോൾ അതിന് എൻ്റെ കൂടെ സന്തത സഹചാരിയായിട്ടുണ്ടായിരുന്ന താടി എടുത്തേ പറ്റുള്ളൂ എന്നവർ പറഞ്ഞു. താടി എടുത്തിട്ട് നോക്കിയപ്പോൾ മീശ മാത്രം വെച്ചപ്പോൾ എനിക്കൊരു ലുക്ക് തോന്നാത്തത് കൊണ്ടൊരു വലിയ അബദ്ധം പറ്റി. അതുകൂടി എടുത്തു. ഇപ്പോൾ അത് വേണ്ടിയിരുന്നില്ല എന്ന തോന്നലാണ് ഉള്ളത്. കാര്യത്തിലോട്ട് വന്നു. ഇറക്കിയിട്ട് എന്തിന്റെ കോമ്പറ്റീഷൻ മക്കളെ? പക്ഷെ അത് നല്ലതല്ലേ? എനിക്കത് ഭയങ്കര ആ മാർക്കറ്റിംഗ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. മാത്രമല്ല 2 വാച്ച് കെട്ടി നിൽക്കുന്നൊരു പോസ്റ്ററാണ് ആ സിനിമയെ ഇത്രമേൽ ചർച്ച ചെയ്യപ്പെടുക എന്നുള്ളത് കൃത്യമായി റോബിൻ മനസ്സിലാക്കിയിട്ടുണ്ടാവണം. അതങ്ങനെ തന്നെ ചർച്ച ചെയ്യപ്പെട്ടില്ലേ? വിച്ച് ഈസ് ഗുഡ് അല്ലേ? നമ്മളൊരു പ്രോഡക്റ്റ് നമ്മൾ ചെയ്യുമ്പോൾ, നമ്മൾ ലോഞ്ച് ചെയ്യുമ്പോൾ അത് ചർച്ച ചെയ്യപ്പെടുക എന്നുള്ളതാണല്ലോ ഏത് പ്രോഡക്റ്റിൻ്റെ. ഇപ്പോൾ നിങ്ങളുടെ ചാനലിനെ കുറിച്ച് ചർച്ച ചെയ്യപ്പെടണമെങ്കിൽ നിങ്ങളത് ബ്രില്യൻ്റായി മാർക്കറ്റ് ചെയ്യണം എന്നതുപോലെ അതിലെനിക്ക് ഈ പറഞ്ഞ പോലെ അദ്ദേഹത്തെ അപ്രീഷിയേറ്റ് ചെയ്യാനേ ഉള്ളൂ. പിന്നെ കോമ്പറ്റീഷൻ, നമ്മൾ ഇപ്പോൾ കേരളമുണ്ടായതോ അല്ലെങ്കിൽ കേരങ്ങളുള്ള ഏത് ഐലൻഡും ഉണ്ടായത് കടലിലൂടെ ഓരോ തേങ്ങയും ഒഴുകിയെത്തി ഒരിടത്തടിഞ്ഞ് അവിടെ കിടന്ന് വളർന്നിട്ടാണ്. തേങ്ങയുടെ തലയിലെഴുത്താണ് വളരേണ്ടത്. ഇനി എത്ര തേങ്ങ ഒഴുകിയാലും അതിനൊക്കെ വളരാനുള്ള ഇടം ഈ പറഞ്ഞ പോലെ ദൈവം എവിടേക്കോ വെച്ചിട്ടുണ്ട്. അത് സിനിമയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ഓരോരുത്തർക്കും നമ്മളത്രയും ഈ ബിഗ് ബോസ് എന്ന് പറയുന്നൊരു പ്ലാറ്റ്ഫോമൊക്കെ കിട്ടുമ്പോൾ നമ്മളത്രയും ഭാഗ്യം ചെയ്തവരാണല്ലോ. അല്ലെങ്കിൽ നിങ്ങളൊക്കെ ഒരുപാട് സപ്പോർട്ട് ചെയ്ത നിങ്ങളുടെ ഇഷ്ടം കൊണ്ടാണല്ലോ നമുക്കവിടെ പിടിച്ചു നിൽക്കാനാവുന്നത്. എത്രമേൽ വിമർശകരുണ്ടായാലും ആ വിമർശനത്തിന് പോലും നമ്മളെ മൈലേജ് തരാനാകുന്നുണ്ട്, നമ്മളെ റീച്ച് ചെയ്യപ്പെടുന്നുണ്ട് നമ്മൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ബിഗ് ബോസിൽ വന്നൊരാൾ സിനിമയിലേക്ക് എത്തുക എന്ന് പറയുന്നത് അവരുടെ അതിജീവനത്തിൻ്റെ ഭാഗമാണ്. ബിഗ് ബോസ് കഴിഞ്ഞിട്ട് ബിഗ് ബോസ് മാത്രം വെച്ചിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റില്ല. അപ്പോൾ അടുത്തൊരു ഘട്ടത്തിലേക്ക് പോകേണ്ടതുണ്ട്. എല്ലാവർക്കും സിനിമ കിട്ടട്ടെ, എല്ലാവർക്കും മനോഹരമായിട്ടുള്ള വേഷങ്ങൾ കിട്ടട്ടെ, എല്ലാവരും ഗംഭീരമായിട്ട് ചെയ്യട്ടെ, എല്ലാവർക്കും ഉള്ള പ്ലോട്ട് ഈ പറഞ്ഞ പോലെ മലയാള സിനിമയിൽ ഇഷ്ടം പോലെ ഉണ്ട്. അതിൻ്റെ ഒരു ഓരത്ത് ഈ പറഞ്ഞ പോലെ എൻ്റെയും സിനിമകൾ വരുന്നുണ്ട്. അതിലൊരുപാട് സന്തോഷം. അത് റിവീൽ ചെയ്യാൻ എനിക്കിപ്പോൾ നിലവിൽ അധികാരമില്ല. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വേഷമാണ് എൻ്റെ ആദ്യ സിനിമയായിട്ട് വരുന്ന അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ. വിഷുവോടനുബന്ധിച്ച് മാർക്കറ്റിങ്ങിന് വേണ്ടി എന്ത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരു ചർച്ച എന്ന് പറഞ്ഞാൽ ഇവർ ചോദിച്ചു വരുന്നത് റോബിൻ അലറുന്നത് ശരിയാണോ തെറ്റാണോ എന്നുള്ള ചോദ്യമാണ്. ഈ എന്നോടാണ് ചോദിക്കുന്നത് എന്നുള്ളത് ഓർത്ത് ചോദിക്കണ്ടേ? വളഞ്ഞു കറങ്ങി എല്ലാം നേരിട്ട് ചോദിച്ചു. റോബിൻ അലറുന്നത് കൊണ്ട് നിങ്ങൾക്ക് കണ്ടന്റ് കിട്ടുന്നില്ലേ? നിങ്ങളുടെയൊക്കെ ചാനലിന് വ്യൂ ഉണ്ട്. ആ പുള്ളിക്ക് അതിൽ എന്തെങ്കിലും പരാതിയുണ്ടോ? ഇല്ല. അത് കാണുന്നവർക്കോ കേൾക്കുന്നവർക്കോ ഇല്ല. പുള്ളി ഇഷ്ടമുള്ളതുപോലെ ജീവിക്കാൻ നമ്മുടെ മൗലികാവകാശത്തിൽ നിയമമുണ്ട്. അദ്ദേഹം ജീവിച്ചോട്ടെ. അദ്ദേഹം പൊതുസമൂഹത്തിന് ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടാകാതിരിക്കുന്നിടത്തോളം കാലം ഇവിടെ ആർക്ക് എന്താണ് പ്രശ്നം? റോബിനെ വിളിക്കാൻ നേരത്തെ എന്തെങ്കിലും പരിപാടിയിൽ വിളിക്കാൻ നേരത്ത് ശരിക്കും ഉദ്ദേശിക്കുന്നത് ശരിക്കും പുള്ളി ആദ്യം ഒരു മോട്ടിവേഷൻ ആയിരുന്നു. ഇപ്പൊ വരുന്ന ചടങ്ങുകളിൽ മോട്ടിവേഷനിലേക്കാളും കൂടുതൽ പുള്ളി സ്വകാര്യമായിട്ടുള്ള സ്വന്തം കാര്യങ്ങൾക്കാണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നതെന്ന് തോന്നുന്നുണ്ട്. അതാണ് പല സ്ഥലങ്ങളിലും അരോചകമായിട്ട് തോന്നുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഷിയാസ് കരീം പറഞ്ഞ പോലെ റോബിൻ ഇപ്പൊ ശരിക്കും ഒരു കുട്ടിയാണ്, 1ാം ക്ലാസ്സിലായിട്ടുള്ളൂ. ഞാനിപ്പോ 5ാം ക്ലാസ്സിലായി. അപ്പൊ അതും കൂടി കണക്കിലെടുക്കണം. 3ാം ക്ലാസ്. അത് ഓരോരുത്തരുടെ ചിന്തയാണ് മോനെ. എന്നെ സംബന്ധിച്ച് എനിക്ക് അങ്ങനെ ഒരു ചിന്തയില്ല. എൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ റോബിനെ എനിക്ക് ഇഷ്ടപ്പെട്ടത് ആ ഷോയുടെ 76 ദിവസങ്ങളിലാണ്. ആ ഷോയിലെ ഏറ്റവും മികച്ച കണ്ടസ്റ്റൻറ്റുകളിൽ ഒന്നായിരുന്നു. അയാൾ മാത്രമല്ല, മറ്റെല്ലാവരും മികച്ച കണ്ടസ്റ്റൻസ് ആയിരുന്നു. അതിൽ ഏറ്റവും മികച്ചൊരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു.
അദ്ദേഹത്തിൻ്റെ കളിയുടെ ഗതി നല്ല രസമായിരുന്നു. അതിനുശേഷം അദ്ദേഹം പുറത്തെ ലൈഫിൽ എന്ത് ചെയ്യുന്നു എന്നുള്ളത് അന്വേഷിക്കൽ എൻ്റെയോ മോൻ്റെയോ ഉത്തരവാദിത്തമുള്ള ഒരു സംഗതിയല്ല. അദ്ദേഹത്തിന് ചെയ്യാൻ തോന്നുന്നു അദ്ദേഹം ചെയ്യട്ടെ. അദ്ദേഹത്തിന് അത് സ്വയം റിയലൈസ് ചെയ്യാൻ പറ്റുന്നിടത്താണല്ലോ ഈ പറഞ്ഞ ഗെയിം ചേഞ്ച് ആവുന്നത്. ഇപ്പോൾ ഞാൻ അവിടുന്ന് പുറത്തിറങ്ങി എന്നിട്ട് എനിക്ക് എന്ത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിച്ച് മുമ്പോട്ട് പോകുന്നത് പോലെയാണ് എൻ്റെ ലൈഫ് പോവുക. അദ്ദേഹത്തിന് അതിനെന്തെങ്കിലും ഒരു പോയിന്റ് കാണും. ഒരു മനുഷ്യനും ഒരു ന്യായമില്ലാതെ അല്ലെങ്കിൽ ഒരു വ്യക്തമായ പ്ലാൻ ഇല്ലാതെ വെറുതെ ഒരാൾ ഒന്നും ചെയ്യില്ലല്ലോ. അപ്പം അദ്ദേഹം അത് ചെയ്യുന്നെങ്കിൽ മീഡിയ അറ്റൻഷന് നിങ്ങൾ പോകുന്നുണ്ടല്ലേ. അപ്പം ഞാൻ പറയട്ടെ, ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ലാലേട്ടൻ മീശപിരി സിനിമകൾ ചെയ്തിരുന്ന സമയം നമ്മളൊക്കെ ഒരുപാട് കൈയടിച്ചിരുന്നതാണ്, ഒരുപാട് മുണ്ടുമടക്കി കുത്തുന്നതിനെ എൻജോയ് ചെയ്തിരുന്നത്. പക്ഷേ അത് തന്നെ നിരന്തരം വന്നുകൊണ്ടിരുന്നപ്പോൾ ലാലേട്ടന് തന്നെ മനസ്സിലായി അത് മാറി പുതിയൊരു ട്രാക്കിലേക്ക് വരേണ്ടത് എന്നതുപോലെ നമുക്ക് ഹോപ്പ് ചെയ്യാം. ഇങ്ങനെ വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. എന്നെ സംബന്ധിച്ച് ആ വിമർശനം ഇല്ല കേട്ടോ. റോബിൻ അവൻ്റെ ഇഷ്ടത്തിന് ജീവിക്കട്ടെ, നമുക്കെന്താ. അവൻ്റെ പ്രത്യേകിച്ച് ഈ പറഞ്ഞ പോലെ ആ മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും സ്വകാര്യമായ സന്തോഷം, അദ്ദേഹത്തിൻ്റെ എൻഗേജ്മെൻ്റൊക്കെ കഴിഞ്ഞ് നിൽക്കുന്നൊരു സമയമാണ്. എനിക്കിത് വളരെയേറെ സങ്കടവുമുണ്ട്. റോബിൻ എന്നെ വിളിച്ചിരുന്നു, ഞാനത് അറ്റൻഡ് ചെയ്യാനുള്ളൊരു സമയമായിരുന്നില്ല. ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു ഷൂട്ടിനകത്ത് അനൂപേട്ടൻ്റെ തന്നെ ഒരു സിനിമയ്ക്കകത്ത്, മഹാദേവൻ തമ്പി ക്യാമറ എന്നൊരു സിനിമയ്ക്കകത്ത് ഷൂട്ടിൽ നിൽക്കുന്ന ദിവസമാണ് റോബിൻ എന്നെ വിളിക്കുന്നത്. പിന്നെ എനിക്ക് അന്ന് വിളിച്ച സമയത്ത് എനിക്കത് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ റോബിൻ ഒരുപക്ഷെ ഇത് കാണുന്നുണ്ടെങ്കിലും എനിക്ക് പറയാനുള്ളത് അതാണ്, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിമിഷമാണ്. ഞാൻ ഉപദേശിക്കുന്നതോ അല്ലെങ്കിൽ ഉപദേശിക്കാൻ ഞാൻ ആരുമല്ല. എൻ്റെ കുടുംബത്തിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടാകരുത് എന്നുള്ള ആഗ്രഹത്തിൽ പറയുകയാണ്. ബിഗ് ബോസ് നമ്മൾ എന്തൊക്കെ തന്നെ പറഞ്ഞാലും ഒരു ഫാമിലിയാണല്ലോ. ഒരു കണ്ടസ്റ്റൻ്റായി വരുന്ന ഒരാൾ നമ്മുടെ കുടുംബത്തിലെ ഒരു അംഗമാണ്. എന്ത് തന്നെയാണെങ്കിലും നമ്മൾ അറിയപ്പെടുന്നത് ആ വലിയ ഷോയുടെ പേരിലാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു വ്യക്തി ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളിലൊന്നാണ്. ഒരുപാട് അറ്റാക്ക് ചെയ്യപ്പെടുന്നുണ്ട്. റോബിൻ മാത്രമല്ല, റോബിൻ്റെ കുടുംബം, റോബിൻ്റെ കൂടെ നിൽക്കുന്നവർ, റോബിനെ ഇഷ്ടപ്പെടുന്നവർ, ഒപ്പം മറുസൈഡും ഷാലുവിൻ്റെ കുടുംബം, ഷാലുവിനെ ഇഷ്ടപ്പെടുന്നവർ, ആരവിൻ്റെ കുടുംബം, ആരവിൻ്റെ അമ്മ. അപ്പം ഞാനിതെല്ലാം സൈലൻ്റായിട്ടിരുന്ന് കാണുകയാണ്. എന്നോട് ഒരുപാട് പേര് നിങ്ങളെന്താ പ്രതികരിക്കാത്തതെന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ ചിന്തിക്കുമ്പോഴേ അത് അവർ തമ്മിലുള്ള പ്രശ്നമാണ്. അതിലെങ്ങും തന്നെ ഈ പറഞ്ഞ പോലെ എന്നെയോ എൻ്റെ സ്ഥാപനത്തിനെയോ എൻ്റെ സമാധാനത്തിനെയോ എൻ്റെ കുടുംബത്തെയോ എൻ്റെ സൗഹൃദങ്ങളെയോ ബാധിച്ചിട്ടില്ല. ആ സ്ഥിതിക്ക് ഞാൻ അതിനകത്തേക്ക് വലിഞ്ഞെഴിഞ്ഞ് കയറി ചെന്ന് ഒരു അഭിപ്രായം ഉണ്ടാക്കാനോ അതിട്ട് കലക്കേണ്ടതോ ആയിട്ടുള്ള ആവശ്യമില്ല. അത് മുൻപാണ്, അതിപ്പോൾ വീണ്ടും സർക്കുലേറ്റ് ചെയ്യപ്പെടുന്നതാണ്. അന്ന് ആ സമയത്ത് ഞാനും ഷാലുവും തമ്മിലുള്ള വിഷയമാണത്. നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. 1 to 1 ആണല്ലോ. ഷാലു എനിക്കെതിരെ അവൻ അറിഞ്ഞോ അറിയാതെ ഒരു ആരോപണം പറഞ്ഞു. അത് ഞാൻ വളരെ വ്യക്തമായിട്ട് തിരിച്ച് അതിങ്ങനെയാണ് എന്നുള്ളത് ക്ലിയറാക്കി. റോബിനെതിരെ ഷാലു ഒരു ആരോപണം പറഞ്ഞു, അതിന് റോബിൻ മറുപടി പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ ഇതിനിടയിലേക്ക് ഈ പറഞ്ഞ പോലെ വലിച്ചിടപെടലുകൾ വേണ്ടല്ലോ. അയാളുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല ഒരു സമയത്തിലൂടെയാണ് അയാൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് സ്വകാര്യ ജീവിതത്തിൽ അയാളുടെ കരിയറിനെ കുറിച്ച് ഞാൻ വിലയിരുത്താൻ ഞാൻ ആളല്ല. പക്ഷേ നമ്മുടെ കുടുംബത്തിലൊരാൾ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലൊരാളുടെ എൻഗേജ്മെൻ്റൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് മലയാളികൾ ഇത്രമേൽ നെഞ്ചേറ്റിയ ഒരു മനുഷ്യനെ ഈ പറഞ്ഞ പോലെ അദ്ദേഹത്തിൻ്റെ ഒരു നല്ല നിമിഷത്തിൽ ഇങ്ങനെ ഈ പറഞ്ഞ പോലെ വളഞ്ഞിട്ട് ആക്രമണം ഒരാൾക്കും നല്ലതല്ല. അത് റോബിനെ സംബന്ധിച്ചും നല്ലതല്ല, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും നല്ലതല്ല, ഷാലുവിൻ്റെ കുടുംബത്തിനും നല്ലതല്ല, അല്ലെങ്കിൽ ആരവിൻ്റെ എല്ലാം രമ്യമായി പരിഹരിക്കപ്പെടണം എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. ദിൽഷയും റോബിനും തമ്മിൽ ഈ പറഞ്ഞ പോലെ അവരകന്നു പോകുന്നു, അല്ലെ അവർ സങ്കടത്തിലാകുന്നു എന്ന് പറയുന്ന സമയത്ത് രണ്ടാളോടും നിങ്ങൾക്ക് ചോദിക്കാം. രണ്ടാളെയും ഞാൻ വിളിച്ചിട്ടുണ്ട്, രണ്ടാളോടും സംസാരിച്ചിട്ടുണ്ട്. ആ രണ്ടാൾക്കും ഈ പറഞ്ഞ പോലെ ഇനി അങ്ങോട്ട് മുമ്പോട്ട് പോകുമ്പോൾ ചിലപ്പോൾ മാറിയേക്കാം ചേട്ടാ എന്ന് തന്നെയാണ് രണ്ടുപേരും പറഞ്ഞത്. എന്നോട് ദിൽഷയെക്കുറിച്ച് റോബിൻ മോശം പറഞ്ഞിട്ടില്ല, ദിൽഷ റോബിനെക്കുറിച്ച് ഇന്നേ വരെ മോശം പറഞ്ഞിട്ടില്ല. അവർ രണ്ടുപേരും ഭാവിയിൽ സുഹൃത്തുക്കളാകുമെന്ന് തന്നെയാണ് എൻ്റെയും പ്രതീക്ഷ. നമ്മളൊക്കെ അങ്ങനെയല്ലേ, ഈ കിടന്ന് ഇങ്ങനെയൊന്നും അല്ല, ക്ഷണപ്രഭാചഞ്ചലമാണല്ലോ. അങ്ങോട്ട് പോകും തോറും ഇതൊക്കെ മാറും, മറിയും, തിരിയും, കറങ്ങും. ഭാവിയിൽ ഷാലുവും റോബിനും സുഹൃത്തുക്കളായേക്കാം, അങ്ങനെയല്ലേ നമ്മൾ ആഗ്രഹിക്കേണ്ടേ. അപ്പോൾ സൂക്ഷിക്കേണ്ടതൊക്കെ നമ്മൾ സൂക്ഷിക്കണമെന്നേ ഉള്ളൂ. അത് ഷാലുവിനും സൂക്ഷിക്കണം, റോബിനും സൂക്ഷിക്കണം. പക്ഷേ ആ സൗഹൃദം ബ്രേക്ക് ചെയ്യപ്പെടേണ്ട കാര്യമില്ല. ഇത് റോബിനെക്കുറിച്ച് അങ്ങനെ ഒരു വലിയ ആരോപണങ്ങൾ പറയാൻ തക്ക ഒരു നല്ല സമയമല്ല. കാര്യം മോശമല്ലേ അത്. നമ്മുടെ ജീവിതത്തിലാണ് വന്നതെങ്കിലോ, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ എൻഗേജ്മെൻ്റൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന ടൈമിൽ ഇത് ഞാൻ റോബിനുമായിട്ട് ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ല, ഷാലുവുമായിട്ടും ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ല. ഞാനിത് ഒരുപാട് നാളായിട്ട് എന്നോട് പലരും ചോദിക്കുന്നു, ഞാൻ എൻ്റെ സോഷ്യൽ മീഡിയയിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ല. ഇന്നിപ്പോൾ നിങ്ങൾ സ്നേഹത്തോടെ ചോദിച്ചതുകൊണ്ട് പറഞ്ഞതാണ്. ഇതല്ല ആ സമയം. ഒരാളെ ആക്രമിക്കാനുള്ള സമയം. അയാളുടെ ലൈഫ് കരിയറിനെ വിട്ടേക്കൂ. കരിയർ കരിപ്പിടിപ്പിക്കുക എന്നൊക്കെ പറയുന്ന ഒരാളുടെ സെൽഫ് റെസ്പോൺസിബിലിറ്റിയാണ്. മറ്റത് അങ്ങനല്ലല്ലോ. രണ്ട് കുടുംബങ്ങളുടെ യോജിക്കുന്ന സമയമാണ്. അപ്പോൾ ഇതിനെ പലരും ഈ പറഞ്ഞ പോലെ നിങ്ങൾ റോബിനെ സപ്പോർട്ട് ചെയ്യുന്നു, ഞാൻ റോബിനെ അല്ല സപ്പോർട്ട് ചെയ്യുന്നത്, ഞാൻ സപ്പോർട്ട് ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. ആവുകയല്ലേ, നമ്മൾ രണ്ട് കുടുംബങ്ങളെ ടെൻഷനിലാക്കുകയല്ലേ. അതിലൊരു പരിധി വരെ എന്നെ പൊങ്കാലയിടരുത്. നിങ്ങൾ യൂട്യൂബുകാർക്കും ഒക്കെ പങ്കുണ്ട്. നിങ്ങളതിനെ ഇച്ചിരി കൂടെ അങ്ങ് വളർത്തുകയാണ്. അത് വേണ്ട മക്കളെ. നമുക്ക് ഇനിയിപ്പോൾ അതിനെ ഉപദേശിച്ചെന്ന് പറഞ്ഞ് വരരുത്.
ബോസ് 5-ാം ദിവസം വരാണല്ലോ. ആ. എക്സ്ക്ലൂസീവ് എന്തെങ്കിലും ഞങ്ങൾക്ക് തരാൻ പറ്റും? നിങ്ങളൊക്കെ വലിയ നിലയിൽ നിൽക്കുന്ന ആൾക്കാരല്ലേ. അറിയണ്ട ഏതൊക്കെ കോൺടസ്റ്റ് ഉണ്ടോ അതാണ് അറിയേണ്ടത്. ആരൊക്കെ ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞു എന്നാണോ? അത് പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ കിടപ്പറ രഹസ്യം പുറത്തു പറയാൻ പാടില്ല എന്ന് പറയുന്ന സ്ട്രാറ്റജിയാണല്ലോ. അത് പറയാൻ പാടില്ല. അല്ല, സ്നേഹത്തോടെ ഒരുപാട് പേര് വിളിച്ചിരുന്നു. ഇത്തവണത്തെ പിന്നെ വീട്ടിലേക്ക് പോകുന്ന ബിഗ് ബോസ് ഹൗസിലേക്ക് പോകുന്ന ഒരു 6-7 പേര് ഈ പറഞ്ഞ പോലെ സ്നേഹത്തോടെ തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഉപദേശം ചോദിക്കാനല്ല വിളിച്ചത്. ഞാൻ അതിനകത്തുണ്ട്, എന്തെങ്കിലും എന്നോട് പറയാനുണ്ടോ എന്ന് ചോദിച്ചിട്ടാണ് വിളിച്ചത്. ഞാൻ അവരോടൊന്നേ പറഞ്ഞുള്ളൂ, നമ്മൾ എന്ത് ചെയ്താലും നമുക്ക് പ്ലസ്സും ഉണ്ടാവും മൈനസും ഉണ്ടാവും. ബിഗ് ബോസ് അങ്ങനെയാണ്. ബിഗ് ബോസ് വിന്നറിന് ഏത് സീസണിലെ വിന്നറെ എടുത്താലും ബിഗ് ബോസ് വിന്നറിനെ ഒപ്പോസ് ചെയ്യുന്ന ഒരു വലിയ ടീമുണ്ടാവും. ഇലക്ഷൻ നമ്മൾ മത്സരിക്കുമ്പോൾ എങ്ങനെയാണ്, ഒരു സ്ഥാനാർത്ഥി ജയിക്കുന്നു എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം മറ്റേ സ്ഥാനാർത്ഥി സത്യത്തിൽ തോറ്റു എന്നല്ല. മറ്റേ സ്ഥാനാർത്ഥിക്ക് കൃത്യമായി കിട്ടിയ വോട്ടിനേക്കാൾ കൂടുതലാണ് ഇദ്ദേഹത്തിൻ്റെ വോട്ടെന്നേ ഉള്ളൂ. അപ്പോൾ പ്ലസ്സും ഉണ്ടാവും മൈനസും ഉണ്ടാവും. പുറത്തിറങ്ങുമ്പോൾ അതിനെ നേരിടാൻ തയ്യാറായി നമ്മൾ ഇറങ്ങണമെന്നുള്ളതേ ഉള്ളൂ. അത്രയേ ഉള്ളൂ. ഈ പറഞ്ഞ പോലെ പ്രേക്ഷകരാണ്, പ്രബുദ്ധരായ മലയാളികളാണ്. അവർ ഈ 5ാമത്തെ സീസൺ സ്വാഭാവികമായിട്ടും കഴിഞ്ഞ 4 സീസണിൽ കണ്ടതും അതിലെ പതിരും ഒക്കെ വേർതിരിച്ചായിരിക്കും സ്വാഭാവികമായിട്ട് അവർ കാണുക. നമുക്ക് മറ്റുള്ളവരുടെ ലൈഫിനകത്തേക്ക് ആ ഗെയിമിനകത്ത് ഈ പറഞ്ഞ പോലെ അതിൻ്റെ നിയമങ്ങൾക്കനുസരിച്ചൊക്കെ എന്തോ ആവും. പക്ഷേ ഗെയിം കഴിഞ്ഞൊക്കെ പുറത്തിറങ്ങിയാൽ മറ്റുള്ളവരുടെ ലൈഫ്, സ്വകാര്യത എന്നൊക്കെ പറയുന്ന സാധനം. ഇതിലിപ്പോ 6 പേരോളം വിളിച്ചെന്ന് പറഞ്ഞല്ല. ഇനി ആരൊക്കെയാണ്? അല്ല, എന്നാലും ഫിറോസിക്ക മനസ്സുകൊണ്ട് വിചാരിക്കുന്ന ഒരാളുടെ പേരെങ്കിലും ഇല്ലല്ല പറയില്ല. അത് പറയുന്നത് അത് പറയുന്നത് അല്ലാത്ത ഒരാള്. എൻ്റെ തന്തയുടെ പേര് അബ്ദുൽ അസീസ് എന്നാണ്. സ്ക്രിപ്റ്റഡ് ആണെന്നൊക്കെ ആരോപണങ്ങളുണ്ട്. അതിനോട് സ്ക്രിപ്റ്റ് ആണെന്നൊക്കെ പറയുന്നില്ല. ഏയ്, അത് അങ്ങനെയൊന്നും ഒരിക്കലും പറയരുത്. ബിഗ് ബോസ് എന്ന് പറയുന്നത് സ്ക്രിപ്റ്റഡ് അല്ല. ബിഗ് ബോസ് എന്ന് പറയുന്നതിനകത്ത് ഈ പറഞ്ഞ പോലെ നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടല്ലോ, നമ്മുടെ ഒരു 18 കണ്ടസ്റ്റൻസ് ആണല്ലോ ബിഗ് ബോസിനകത്തേക്ക്. നോർമലി 18-19 കണ്ടസ്റ്റൻസ് ആണ് വരുന്നത്. ഈ കണ്ടസ്റ്റൻസിൻ്റെ ആദ്യത്തെ 2 ആഴ്ചയിലെ പെർഫോമൻസ് അനുസരിച്ച് ആ ഗതിവിഗതികൾ ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ മാറുകയും തിരിയുകയും ചെയ്തേക്കാം. ആ മാറുകയും തിരിയുകയും ചെയ്യുന്നതിനനുസരിച്ച് അതിനകത്തൊരു സ്റ്റോറി വന്നേക്കാം. എപ്പോഴും മനസ്സിലാക്കേണ്ടത് ഒരു ഷോയാണ്. നമ്മൾ കരുതുന്ന പോലെ ഒരു പച്ചയായ ജീവിതമൊന്നും അതിനകത്ത് നടക്കത്തില്ല. അതൊരു ഷോയാണ്. ഞാൻ ചോദിക്കട്ടെ, ഏറ്റവും കൂടുതൽ കൈയടി കിട്ടുന്നെങ്കിൽ അത് കരയുന്ന കണ്ടസ്റ്റൻസിനാണ്. നമ്മൾ അതിനകത്ത് കയറി കരയാതിരുന്നാൽ, അല്ലെങ്കിൽ നമ്മൾ പിടിച്ചു നിന്നാൽ, നമ്മൾ ഭയങ്കര ബോൾഡായിട്ട് നിന്നാൽ നമുക്ക് വലിയ കൈയടിയൊന്നും കിട്ടില്ല. ഞാൻ എൻ്റെ എക്സ്പീരിയൻസിൽ പറയാം. അതായത് എൻ്റെ ഹൃദയം പൊട്ടി ഞാൻ പിടിച്ചു നിന്നൊരു മനുഷ്യനാണ്. എന്നെ ഒരുപാട് ആരോപണങ്ങൾ അതിനകത്തൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോഴൊക്കെ പിടിച്ചു നിന്നൊരു മനുഷ്യനാണ്. പക്ഷേ എനിക്കെൻ്റെ ഹൃദയം തകർന്ന് കരഞ്ഞു പോകേണ്ട ഒരു സാഹചര്യം വന്ന സമയത്താണ് ഞാൻ ആ വീഡിയോയുടെ താഴെ കണ്ട പല കമൻറ്റുകളും ശ്രദ്ധിക്കുന്നത്. അതിനകത്തൊക്കെ പറഞ്ഞത് പുള്ളി കരഞ്ഞു, അത് വളരെ ജെനുവിനാണ്, നമുക്ക് ഇതുവരെയുള്ള എല്ലാ തെറ്റുകളും ക്ഷമിക്കുന്നു. എനിക്ക് മനസ്സിലാക്കാനായത് അതിനകത്ത് കണ്ണുനീരിന് വിലയുണ്ട്. മലയാളി ഈ പറഞ്ഞ പോലെ ഇമോഷൻസിന് വില കൊടുക്കുന്നുണ്ട്. അപ്പം അതൊരു കുറച്ച് പച്ച മനുഷ്യരെ, പാവപ്പെട്ട മനുഷ്യരെ അതിനകത്ത് കൊണ്ടുവന്നിട്ടിട്ട് ഇങ്ങനെ ഗെയിം കളിക്കാൻ പറയാണ്. അപ്പം നമ്മളറിയാതെ നമ്മുടെ മനുഷ്യരല്ലേ, പിഴവുകളൊക്കെ വരും. ഇത്തവണത്തെ കണ്ടസ്റ്റൻസിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ പിഴവുണ്ടാവുകയാണ്.